ഹലോ ഗൈസ്, അപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനം വീണ്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് കഷ്ടപ്പെട്ട് കൊണ്ടു തന്നെയാണ് കേട്ടോ. ഈ മത്തിയുടെ പരിഞ്ഞില്ല, അതെപ്പോഴും അങ്ങനെ കിട്ടൂല, ഇപ്പോൾ സീസണല്ല. എനിക്ക് എവിടെ നിന്നെങ്ങാണ്ട് ഒപ്പിച്ചുകൊണ്ട് തന്നെയാണ്. എനിക്കിഷ്ടമുള്ള സാധനം എനിക്ക് തന്നെ വൃത്തിയാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഉമ്മിയുടെ സൂപ്പർ കറിയും കൂട്ടി നല്ലതായിട്ടൊന്ന് ചോറ് കഴിച്ച് വൈകിട്ട് മടി പിടിച്ചൊരു കുളിയും കുളിച്ച് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ വീട് കാണണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. കുഞ്ഞു വീടാണ്, പക്ഷെ ഭയങ്കര സമാധാനവും സന്തോഷമുള്ള വീടാണ്. ഞാൻ കുഞ്ഞിലേ തൊട്ട് ഈ വീട്ടിലാണ് ജനിച്ച് വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. ഞാൻ പനിയായിട്ട് നിൽക്കാൻ വന്നതാണ്. നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ മടി പിടിച്ച് വൈകിട്ടല്ലേ കുളിക്കത്തുള്ളൂ. ചിലർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ. ഞാനിങ്ങനെയൊക്കെയാണ്. നിങ്ങളിങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കാണുന്ന കായും എല്ലാം പിക്ചറൊക്കെ എൻ്റെ പരിപാടിയാണ്. ഇത് നിർബന്ധമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉമ്മി തുണി മടക്കുവാണ്. ഞാൻ ഉമ്മിയെടുത്ത് ചോദിക്കാതെ തലയാണെങ്കിൽ നനച്ചു. അതിന് ഉമ്മി എന്നെ കുറേ വഴക്കുറഞ്ഞു കേസ്. ഉമ്മി അപ്പോൾ രാസനാദിപ്പൊടി ഇല്ല, അപ്പോൾ പൗഡർ ഇട്ട് തരുവാണ്. തലയിൽ മൊത്തം വെള്ളമാണ്, എന്തോത്തിനെ ഇപ്പോൾ കുളിച്ചെന്നൊക്കെ പറഞ്ഞ് ദേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉമ്മി കാണാതിരിക്കാൻ വേണ്ടി എണ്ണ തേക്കാതാണ് കുളിച്ചത്. അതുകൊണ്ട് അതിനും വഴക്ക് കിട്ടി. പനി ഇതുവരെ വിട്ട് മാറിയിട്ടില്ല ഗൈസ്. പിന്നെ രാത്രി കുറേ എഴുതാനുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ലീവ് എടുത്തേക്കുവാണ്, പനി ആയതുകൊണ്ട് കോളേജിൽ പോകാതെ. അതിന് കുറേ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. അത് എഴുതി കുറേ മാങ്ങായൊക്കെ കഴിച്ച് കിടന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.